നമസ്കാരം. ഇന്ന് നമ്മൾ അടുത്തിടെ കണ്ടെത്തിയ ADF 22.1 എന്ന ഭീമാകാരമായ ഡിസ്ക് ഗാലക്സിയുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂറോപ്യൻ ജ്യോതിശാസ്ത്രജ്ഞർ ആൽമ, JWST എന്നിവ ഉപയോഗിച്ച് നടത്തിയ പുതിയ നിരീക്ഷണങ്ങൾ ഈ ഗാലക്സിയുടെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ച് കൂടുതൽ വെളിച്ചം വീശുന്നു. അറ്റഗാമ ലാർജ് മില്ലിമീറ്റർ അറേ, ആൽമ, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, JWST എന്നിവ ഉപയോഗിച്ചാണ് ഈ നിർണായക നിരീക്ഷണങ്ങൾ നടത്തിയത്. ADF 22.1 ഒരു ഭീമാകാരമായ ഡിസ്ക് ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. ഇതിന് ഏകദേശം 22,800 പ്രകാശവർഷം വ്യാസമുണ്ട്. ഇത്രയും വലിയ നക്ഷത്രപിണ്ഡമുള്ള ഗാലക്സികൾ സാധാരണയായി നിഷ്ക്രിയമായിരിക്കുമെങ്കിലും ADF 22.1 ഒരു സ്റ്റാർബേഴ്സ്റ്റ് ഗാലക്സിയാണ്. ഇതിനെ ഒരു സവിശേഷ പരീക്ഷണശാലയാക്കുന്നു. ADF 22.1 SSA-22 എന്ന പ്രോട്ടോ ക്ലസ്റ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. ഇതൊരു പൊടി നിറഞ്ഞ നക്ഷത്ര രൂപീകരണം നടക്കുന്ന ഗാലക്സിയാണ്. ഇതിന് വളരെയധികം മറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ് AGN ഉണ്ട്. ആദ്യകാല പ്രപഞ്ചത്തിലെ ഗാലക്സികളും സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകളും എങ്ങനെ പിണ്ഡം ശേഖരിച്ച് പരിണമിക്കുന്നുവെന്ന് പഠിക്കാൻ ADF 22.1 ഒരു മികച്ച അവസരം നൽകുന്നു. ആൽമയുടെയും JWSTയുടെയും സംയോജിത നിരീക്ഷണങ്ങൾ ADF 22.1ന്റെ ചലനാത്മക സവിശേഷതകൾ തിരിച്ചറിയാൻ സഹായിച്ചു. നെതർലാൻഡിലെ ഗ്രോണിംഗൻ സർവകലാശാലയിലെ ഫ്രാൻസിസ്ക റിസോയുടെ നേതൃത്വത്തിലുള്ള ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘമാണ് ഈ നിർണായക പഠനം നടത്തിയത്. ഗാലക്സിയുടെ രൂപീകരണവും വിധിനിർണയവും മനസ്സിലാക്കുന്നതിനായി അതിന്റെ ഡൈനാമിക്സാണ് പ്രധാനമായും പഠിച്ചത്. ഗാലക്സിയുടെ ഭ്രമണവേഗത, വേഗത വ്യതിയാനം, ഡാർക്ക് മാറ്റർ ഹാലോയുടെ പിണ്ഡം എന്നിവ അളക്കാൻ ഈ ഡാറ്റ സഹായിച്ചു. ADF 22.1ന്റെ സവിശേഷതകൾ ജ്യോതിശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. ഇത് വളരെ വേഗത്തിൽ കറങ്ങുന്ന ഒരു ഗാലക്സിയാണ്. ഈ പഠനം ADF 22.1ന്റെ ഭ്രമണവേഗത സെക്കൻഡിൽ ഏകദേശം 530 കിലോമീറ്റർ വരെ എത്തുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഗാലക്സിയുടെ ഭ്രമണവക്രം അപഗ്രഥിച്ചപ്പോൾ ഇതിന്റെ ഹാലോ പിണ്ഡം 7.94 ട്രില്യൺ സൗരപിണ്ഡമാണെന്ന് കണ്ടെത്തി. ADF 22.1 ഘടനാപരമായി പ്രാദേശിക ഭീമാകാരമായ ഡിസ്ക് ഗാലക്സികളോട് സമാനമാണെന്ന് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ADF 22.1ന്റെ രൂപീകരണത്തെയും ഭാവിയെയും കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ ചില അനുമാനങ്ങൾ പങ്കുവയ്ക്കുന്നു. ചുറ്റുമുള്ള ചൂടുള്ള വാതകത്തിൽ നിന്ന് തണുത്ത വാതകം സാന്ദ്രീകരിച്ച് ഉയർന്ന കോണീയ മൊമെന്റമുള്ള ഡിസ്ക് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവർ ഊഹിക്കുന്നത്. ADF 22.1 ഒരുപക്ഷേ ഭാവിയിൽ ഏറ്റവും വലുതും വിസ്തൃതവുമായ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സികളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. ഈ പുതിയ കണ്ടെത്തലുകൾ ആദ്യകാല പ്രപഞ്ചത്തിലെ ഗാലക്സി രൂപീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.